ബീക്കൺ ലൈറ്റിട്ട് ആംബുലൻസിൽ ലഹരിക്കടത്ത്. 280 ഗ്രാം MDMA-യുമായി തൃശൂരിൽ 2 പേർ പോലീസിന്റെ പിടിയിലായി. ലഹരി വിരുദ്ധ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി ആരംഭിച്ചതിന് ശേഷമുള്ള പ്രധാന ലഹരി വേട്ടകളിൽ ഒന്നായാണ് ഈ കേസിനെ പോലീസ് കാണുന്നത്. അടിയന്തര ചികിത്സാ വാഹനം എന്ന മറവിൽ ആംബുലൻസിൽ ലഹരി മരുന്ന് കടത്താൻ ശ്രമിച്ച 2 പേർ തൃശൂരിൽ പോലീസിന്റെ പിടിയിലായി. വെട്ടിക്കൽ സ്വദേശിയായ ഫെയ്ത്തിനെയും അഞ്ചേരി സ്വദേശിയായ സന്ദീപിനെയും 280 ഗ്രാം MDMA-യുമായി പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് തൃശൂർ അതിർത്തിയായ വാണിയമ്പാറയിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ കുടുങ്ങിയത്. ബീക്കൺ ലൈറ്റ് തെളിയിച്ച സംശയം തോന്നാതെയാണ് ലഹരി കടത്താൻ സംഘം ശ്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ആംബുലൻസിൽ ലഹരിമരുന്നുമായി ഒരു സംഘം എത്തുന്നുവെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തൃശൂർ കുന്നംകുളം ഡിവിഷൻ പോലീസ് സംഘം വാഹന പരിശോധന ശക്തമാക്കിയത്. ഇതോടെയാണ് ആംബുലൻസ് തടഞ്ഞ് പരിശോധിക്കുകയും ലഹരി വസ്തു കണ്ടെടുക്കുകയും ചെയ്തത്. പിടിച്ചെടുത്ത MDMA ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം. തൃശൂർ ജില്ലയിൽ വിതരണം ചെയ്യാനായിരുന്നു ലഹരി എത്തിച്ചതെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. പിടിച്ചെടുത്ത ലഹരിക്ക് വിപണിയിൽ വലിയ വിലയുണ്ടെന്നാണ് പോലീസ് വിലയിരുത്തൽ. സംസ്ഥാനത്ത് ലഹരി വിരുദ്ധ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചതിനു ശേഷമുള്ള ആദ്യ പ്രധാന ലഹരി വേട്ടകളിലൊന്നായാണ് ഈ കേസിനെ പോലീസ് കാണുന്നത്. സംഭവത്തിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോയെന്നും ലഹരി വിതരണ ശൃംഖലയുമായി ബന്ധമുള്ള മറ്റ് കണ്ണികൾ ആരൊക്കെയാണെന്നും കണ്ടെത്താനും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ആംബുലൻസ് ഉപയോഗിച്ചുള്ള ലഹരിക്കടത്ത് സംബന്ധിച്ച വിവരങ്ങളും പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്.